ആൻഡ് ജിമോൾ ഫ്രം ജി ഡിസൈൻസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷനുമായിട്ടാണ്. എന്റെ അടുത്ത് കുറച്ച് നാളായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ ഇടാവോ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് വരാം. എന്താ ഐറ്റം നല്ലേ, നല്ല അക്കോബ വരുന്ന കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി അക്കോബ മെറ്റീരിയലുമായിട്ടാണ്. നമുക്ക് ഓരോന്നും നോക്കാം. ഇതിന്റെയൊക്കെ റേഞ്ച് വരുന്നത് 280 പെർ മീറ്റർ ആണ്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സിൽ വരുന്ന അടിപൊളി ഐറ്റം ആട്ടോ. അതുപോലെ നമുക്ക് ചൂടുകാലത്ത് മക്ക് ഇടാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ്. രസമുള്ള ഐറ്റാണ്, നല്ല കളറാണ്, നല്ല കളറല്ലേ. നമുക്ക് അടുത്ത കളർ ഏതാന്ന് നോക്കാം. ഒരു അടിപൊളി കളറ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് രണ്ട് ഷെയ്ഡ്സും ഉണ്ട് നമ്മുടെ കയ്യില്. അപ്പൊ ഇതിൽ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതും കൊണ്ടൊക്കെ ഫ്രോക്ക് ചെയ്താലും നല്ല രസമായിരിക്കും, അതുപോലെ തന്നെ കുർത്തീസ് ചെയ്താലും രസമാണ്. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് വേണേലും ചെയ്യാം. ഓക്കെ, ഇതിന്റെ കൂടെ വേണേൽ ലേസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളി പാനൽ കട്ടിങ് ഒക്കെ ആയിട്ട് ചെയ്താലും നല്ല രസമുള്ള ഐറ്റാണേ. എൻ്റെ ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നത് കണ്ടോ, ലെമൺ യെല്ലോ ഷെയ്ഡ്. ഇഷ്ടമാണ് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് മദർ ഡോട്ടർ സെറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ബോട്ടത്തിനായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പാരലൽ ബോട്ടം അല്ലെങ്കിൽ പ്ലാസോ പോലെയോ ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുർത്തീസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെറിയ ചൈനീസ് കോളറോ എല്ലാം വെച്ച് സിമ്പിൾ കുർത്തിയായിട്ട് ചെയ്താലും നല്ലതാണ്. പേർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, ഇതൊക്കെ നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. അത് നമുക്ക് ഇടാൻ നല്ല കംഫർട്ടുമാണ്, നല്ല രസമുള്ള ഷെയ്ഡാണ്. ഇഷ്ടമാണ് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. അടുത്ത കളർ നോക്കാം. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആട്ടോ. ഇനി ഫോട്ടോയിൽ എങ്ങനെയാ കാണണേന്ന് എനിക്ക് അറിയില്ല, വീഡിയോയിൽ ശരിക്കും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാപ്റ്റിസത്തിനും ഒക്കെ കിഡ്സിന് ഫ്രോക്ക് വയ്ക്കാനും ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ലേസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനും നല്ല രസമായിരിക്കും. ഫ്രോക്ക് സ്റ്റൈലിലൊക്കെ ആണെങ്കിലും ചെയ്യാൻ അടിപൊളിയായിട്ട് ആട്ടോ. ഇത് ഗ്രീനിന്റെ തന്നെ ഒരു അടിപൊളി ഷെയ്ഡാണിത്. ശരിക്കും അക്കോബയിൽ അത്യാവശ്യം നല്ല കളേഴ്സ് ആട്ടോ. ഇതുണ്ടോ, ഗ്രീനിൽ തന്നെ വന്ന നല്ല അടിപൊളി ഷെയ്ഡാണിത്. ഇത് വേണ്ട നമുക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് ഇതൊക്കെ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് വേണേലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് ലൈറ്റ് ബേജ് ഒക്കെ ഷെയ്ഡിൽ വരുന്ന ഒരു ഐറ്റാണ്. നല്ല രസമുള്ളതാണ്. നോക്കി, ഇതിന്റെ ഈ അക്കോബയുടെ ഡിസൈൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് ബോട്ടത്തിനും കൊണ്ടുപോകാറുണ്ട്, അതുപോലെ ടോപ്പിനാണേലും കൊണ്ടുപോകാറുള്ള ഐറ്റാണ്. അപ്പൊ ഇഷ്ടമാണ് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. റേറ്റ് വരുന്നത് 280 റേഞ്ച് ആണ് വരുന്നത്. ഇനി നമുക്ക് ബ്ലൂ ഷെയ്ഡിലൊന്ന് നോക്കാം. നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇതുകൊണ്ടൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും. ലോങ് കുർത്തിയായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും. നേവി ബ്ലൂ ഷെയ്ഡ്. ഇനിയിപ്പോ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കിൽ വരുന്നത്. ബ്ലാക്ക് ഷെയ്ഡ്. നമുക്ക് ലൈറ്റ് ബേജിന്റെ തന്നെ വേറൊരു ഡിസൈൻ ഉണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ലൈറ്റ് ബേജില് ഒരു ഡയമണ്ട് ഡിസൈൻ അല്ലേ വന്നിരിക്കുന്നത്, ഇതല്ലായിരുന്നോ? ഈ പ്രാവശ്യം ഈ ഐറ്റത്തിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സെന്റർ പോർഷനിൽ ഒരു ഫ്ലവർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ല രസമാണ്. ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ലൈറ്റ് ബേജിന്റെ ഐറ്റം ഒക്കെ ആണെങ്കിൽ ഇച്ചിരി സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണേ.
കാരണം ഏതാണ് ഓർഡർ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ള കളറാണ്. ഇനി അടുത്തത് ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്നത്. ചിക്കു ഷെയ്ഡിൽ വരുന്ന ഐറ്റാണ്. ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അടുത്ത കളർ ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടമാവുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക. ഇനി സ്റ്റോറിൽ വന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റോറിന്റെ ലൊക്കേഷൻ തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തെക്കേത്ത് റിവ കോംപ്ലക്സിൽ 2nd ഫ്ലോറിൽ. താങ്ക് യു. ബൈ.